പ്രദീപ് സർ, ഹൈദരാബാദിലെ നാഷണൽ അക്കാദമി ഓഫ് ലീഗൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് ബാർ കൌൺസിൽ അംഗത്വം നിഷേധിച്ച സംഭവം. ആ സംഭവത്തിൽ അതിഭീകരമായ ചില പ്രസ്താവനകൾ പിന്നീട് പുറത്തുവന്നു. ജസ്റ്റിസ് സൂര്യകാന്തുമായി ബന്ധപ്പെട്ട പരാമർശമായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. CJP വിഷയത്തിൽ ഇടപെട്ടു എന്ന് കണ്ടപ്പോൾ ജസ്റ്റിസ് ഉടൻ തന്നെ സൂര്യകാന്ത് ഉടൻ തന്നെ കളം മാറ്റിച്ചവിട്ടുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. താനും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു വിഷയത്തിൽ ബാർ കൌൺസിൽ വെറുതെ ഇടപെട്ടു, അനാവശ്യമായി ഇടപെട്ടു എന്നൊരു ന്യായീകരണം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ അത്രയും CJP ഇടപെടും എന്ന് നമുക്ക് ഉറപ്പാണ്. അത്തരത്തിൽ ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ഭാഗത്തു നിന്ന്, ബാർ കൌൺസിലിന്റെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു നീക്കം വന്നത്? നമുക്കെല്ലാം അറിയാം, ഈ ഇന്ത്യയെ പിടിച്ചുലച്ച പുതിയ രാഷ്ട്രീയ ദിശാബോധം നൽകിയ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന്റെ കാരണക്കാരൻ, അല്ലെങ്കിൽ കേരളീയന് പരിചിതമായ പുതിയ രാഷ്ട്രീയ പദം ഉപയോഗിച്ചു പറഞ്ഞാൽ കാരണഭൂതൻ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് എന്ന് നമുക്കറിയാം. ഒരു കേസിന്റെ വാദത്തിനിടയിൽ അദ്ദേഹം നടത്തിയ പരാമർശമാണ് ഇന്ത്യയിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ പാറ്റകളാണെന്നും പരാതങ്ങളാണെന്നും പാരസൈറ്റ്സ് ആണെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയോടുള്ള ആക്ഷേപഹാസ്യ പ്രതികരണമായാണ് അമേരിക്കയിൽ നിന്ന് അഭിജിത്ത് ദീപ്കെ ഓൺലൈനിലൂടെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പ്രതികരണ വേദിക്ക് രൂപം നൽകുകയും ബാക്കിയൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായി ഇന്ത്യയെ അത് വളരെ കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ പിടിച്ചു ഉലയ്ക്കുകയും ചെയ്തത്. ഈ ജസ്റ്റിസ് തങ്ങൾക്ക് ബിരുദദാനം നടത്തേണ്ട ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് ആണ് ഹൈദരാബാദിലെ നാഷണൽ അക്കാദമി ഓഫ് ലീഗൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് നൽസാറിലെ കുട്ടികൾ വൈസ് ചാൻസലർക്ക് നിവേദനം കൊടുക്കുകയും ആ പരിപാടി നടന്നില്ല അതുകൊണ്ട് എന്ന് തോന്നുന്നു. ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടിയാണ് നിയമ വിദ്യാർത്ഥികൾ ഇങ്ങനെ ഒരു കത്ത് നൽകിയത്. അതിനുള്ള പ്രതികരണം വന്നത് ചീഫ് ജസ്റ്റിസിന്റെ അടുക്കൽ നിന്നല്ല. സത്യം പറഞ്ഞാൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള ജഡ്ജിമാർ ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാറില്ല, പ്രതികരിക്കുന്നത് കീഴ്വഴക്കവുമല്ല. പക്ഷെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ നിയമ അംഗീകൃത നിയമ ബോഡിയാണ്, നിയമ സംഘടനയാണ്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ വൈസ് ചാൻസലർക്ക് ഒരു കത്തയച്ചു. ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ വിദ്യാർത്ഥികളെ, ഈ സ്ഥാപനത്തിൽ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ഇടത്തും രജിസ്ട്രേഷൻ നൽകാൻ പാടില്ല എന്നായിരുന്നു ഈ കത്തിൽ ആവശ്യപ്പെട്ടത്. എല്ലാ ബാർ കൗൺസിലുകൾക്കും ഇവർ കത്തയച്ചു, ഇവരെ എൻറോൾ ചെയ്യിക്കാൻ പാടില്ല. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ ഈ CJPയുടെ വിദ്യാർത്ഥി നേതാവായ, യുവജന നേതാവായ, പ്രക്ഷോഭം നയിച്ച ഇതിന്റെ കൺവീനറായ അഭിജിത്ത് ദീപ്കെ ഇങ്ങനെ പറഞ്ഞു: എല്ലാ ലീഗൽ കോക്രോച്ചുകളും ഒന്നിച്ചിറങ്ങിയാൽ നിങ്ങൾ എന്തു ചെയ്യും? എല്ലാ ലീഗൽ കോക്രോച്ചുകളും ഒന്നിച്ചിറങ്ങിയാൽ നിങ്ങൾ എന്തു ചെയ്യുമെന്ന ഒറ്റ പ്രസ്താവനയ്ക്ക് പിന്നാലെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ തീരുമാനം പിൻവലിച്ചു, വൈസ് ചാൻസലർക്ക് കത്തയച്ചു, ബാക്കിയുള്ള എല്ലാ ബാർ കൗൺസിലർക്കും കത്തയച്ചു. ഇവരെ നേരത്തെയുള്ള തീരുമാനം തങ്ങൾ പിൻവലിക്കുന്നതായി അറിയിച്ചുകൊണ്ടുള്ള കത്താണ്. അപ്പൊ മലയാളത്തിൽ ചൊല്ലുണ്ട്, കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കും ബുദ്ധിയും വിവേകവും ഉണ്ടാകും. ഇതാണ് ഈ കാര്യത്തിൽ സംഭവിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. ഡൽഹിയിലെ ആദ്യം അഭിജിത്ത് ദീപ്കെ വന്നിറങ്ങിയപ്പോൾ ജന്തർ മന്ദിറിൽ അനുമതി പോലും തേടാത്ത അദ്ദേഹത്തിന് എയർപോർട്ടിൽ പോയാണ് പോലീസ് അധികാരികൾ ധർണ നടത്താനുള്ള, സത്യഗ്രഹം ഇരിക്കാനുള്ള അനുമതി കൊടുത്തത്. പ്രതിഷേധം ഉണ്ടാകില്ല, അത് പിരിഞ്ഞു പോകും. ആദ്യ ദിവസങ്ങളിലൊക്കെ ഗോഡി മീഡിയ എന്ന് ആക്ഷേപിക്കുന്ന, മോഡിയെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ മുഴുവൻ പ്രതിഷേധ വേദിയിൽ ആളില്ല എന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചു. പിന്നെ എന്തു സംഭവിച്ചു? 20-ാം തീയതിയിലെ പാർലമെന്റ് മാർച്ച് ഇന്ത്യ ചരിത്രം മാറ്റി എഴുതുക എങ്ങനെ എന്ന് നമ്മൾ കണ്ടു. ഇന്ത്യയിലെ ജുഡീഷ്യൽ സംവിധാനം, സാധാരണ എല്ലാ സംവിധാനങ്ങളിലും വിശ്വാസം നശിച്ചവർക്ക് നീതിന്യായ സംവിധാനത്തിൽ ഇപ്പോഴും വലിയ വിശ്വാസമുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ 4 നെടും തൂണുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജുഡീഷ്യറി. ആദ്യം നിയമനിർമ്മാണ സഭ, അത് കഴിഞ്ഞിട്ട് എക്സിക്യൂട്ടീവ്, അത് കഴിഞ്ഞ് ജുഡീഷ്യറി, പിന്നെ മാധ്യമങ്ങൾ. ഈ 4 നെടുംതൂണുകളിൽ 3 എണ്ണത്തിലും വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടെങ്കിലും ജനങ്ങൾ പറയുന്നത് നമുക്ക് സത്യം ജയിക്കും, നീതി ലഭ്യമാകും, കോടതികളിൽ വിശ്വാസമുണ്ട് എന്നാണ്. പക്ഷേ കോടതികളിൽ വിശ്വാസമില്ലാതെ വന്നാൽ എന്ത് സംഭവിക്കും? കോടതികളിലെ ജഡ്ജിമാരുടെ ഇടപെടലുകളിൽ
നീതിന്യായ സംവിധാനത്തോട് അവർ നീതി പുലർത്തുന്നില്ല എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത്തരം കാര്യങ്ങളിൽ ഒരു സമരം എല്ലാ നീതിന്യായ സംവിധാന സ്ഥാപനങ്ങളുടെ മുന്നിലേക്കും വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ജഡ്ജിമാരും നിയമജ്ഞരും പ്രതിഷേധത്തിന് അഗ്നിക്കിരയായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അങ്ങനെയുള്ള ഒരു വലിയ പ്രതിഷേധത്തിന്റെ നടുവിലേക്ക് ഇന്ത്യൻ ജുഡീഷ്യറി അകപ്പെടുമോ എന്നുള്ള ഭയം കാരണമാണ് BCI അനാവശ്യമായ ഈ തീരുമാനം പിൻവലിച്ചത്. അപ്പോഴും 2-3 കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ ബാക്കിയുണ്ട്. അത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ സുതാര്യത ഇല്ലായ്മയാണ്. നമുക്കെല്ലാം അറിയാം, ഭരണകൂടങ്ങൾക്ക് അനുകൂലമായ ഉത്തരവുകൾ അടുത്ത കാലത്തായി സുപ്രീം കോടതി പോലെയുള്ള ഉന്നത നീതിപീഠങ്ങൾ പുറപ്പെടുവിക്കുന്നു എന്ന് ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷ കക്ഷികളും മാധ്യമങ്ങളും വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. കൺസോർഷ്യമാണ് ജഡ്ജിമാരെ നിയമിക്കുന്നത്, ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെയുള്ള. ഈ കൺസോർഷ്യത്തിന്റെ നടപടിക്രമങ്ങൾ സുതാര്യമല്ല എന്ന് ആദ്യകാലം മുതലേ വ്യാപകമായ പരാതിയുണ്ട്. കൺസോർഷ്യത്തിൽ നിയമിക്കപ്പെടുന്ന ജഡ്ജിമാരാണ്. ജഡ്ജിമാരുടെ സ്റ്റാഫിൽ നിയമിക്കപ്പെടുന്ന ആൾക്കാരിൽ ഭൂരിപക്ഷം പേരെയും പല സംസ്ഥാനങ്ങളിലും ജഡ്ജിമാർ തന്നെയാണ് നിയമിക്കുക, അല്ലെങ്കിൽ കോടതികൾ തന്നെയാണ് നിയമിക്കുക. അവിടെയുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻ പോലെയുള്ള പൊതു നിയമന സംവിധാനങ്ങൾക്ക് പങ്കില്ല. അതിലും വ്യാപകമായ സ്വജനപക്ഷപാതം നടക്കുന്നു എന്ന ആരോപണമുണ്ട്. പൊതുവെ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ബ്രാഹ്മണ മേധാവിത്വമുണ്ട്, അല്ലെങ്കിൽ ജാതി മേധാവിത്വമുണ്ട് എന്നത് ആരോപണമല്ല, സത്യമാണ്. 100 കണക്കിന് ലേഖനങ്ങളും പഠനങ്ങളും ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. 1950 സുപ്രീം കോടതിയിൽ ആദ്യം നിയമിക്കപ്പെട്ടത് 8 ജഡ്ജിമാരാണ്. 2026 വരെ 260-ലധികം ജഡ്ജിമാർ നിയമിക്കപ്പെട്ടു. ഇതിൽ 7 പേർ മാത്രമാണ് ദളിത് സമുദായങ്ങളിൽ നിന്ന് ഇതുവരെ നിയമിക്കപ്പെട്ടത്. 1980-ലാണ് ആദ്യമായി ഒരു ദളിതൻ സുപ്രീം കോടതിയിൽ ജഡ്ജിയാവുന്നത്, K. വരദരാജൻ. അതിനുശേഷം KG ബാലകൃഷ്ണൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി 2007. അതിന് വഴിയൊരുക്കിയയാൾ മലയാളിയായ വിശ്വപൗരനായ നയതന്ത്രജ്ഞനായി രാഷ്ട്രീയത്തിലിറങ്ങി ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയുമായ KR നാരായണനായിരുന്നു. ജുഡീഷ്യൽ നിയമനങ്ങളിൽ ദളിത് പ്രാതിനിധ്യമില്ല എന്ന് അദ്ദേഹം മന്ത്രിസഭയ്ക്ക് നോട്ട് നൽകി. അതിനെ തുടർന്നാണ് KG ബാലകൃഷ്ണന്റെ നിയമനവും പിന്നീട് അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്നതിന് വഴിവെച്ച നടപടിക്രമങ്ങളും ഉണ്ടായത്. അതിനുശേഷം വളരെ കുറച്ചു പേർ, ഞാൻ പറഞ്ഞ RR ഗവായി, സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രസന്ന B. വർലെ, CT രവികുമാർ, അദ്ദേഹം മലയാളിയായിരുന്നു, BC റേ, K. രാമസ്വാമി, ഇങ്ങനെ 7 പേർ മാത്രമാണ് ദളിത് സമുദായങ്ങളിൽ നിന്നും ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ ജഡ്ജിമാരായി എത്തിയിട്ടുള്ളത്. അപ്പോൾ സാമൂഹികമായ ഒരു അനീതി ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. സത്യത്തിൽ ഇക്കാര്യങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ, മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ പലപ്പോഴും ജുഡീഷ്യറിയെ കുറിച്ചുള്ള വിമർശനങ്ങൾ വരുന്നില്ല. വ്യക്തിപരമായ വിമർശനങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സാമൂഹിക നീതി രാഷ്ട്രീയത്തിൽ മാത്രമല്ല വേണ്ടത്, സർക്കാരിന്റെ സ്ഥാപനങ്ങളിൽ മാത്രമല്ല വേണ്ടത്, ജുഡീഷ്യൽ സ്ഥാപനങ്ങളിലും വേണം. തീർച്ചയായും ജുഡീഷ്യൽ സ്ഥാപനങ്ങളും ജനങ്ങളുടെ നിതാന്തമായ ജാഗ്രതയ്ക്ക് വിഷയീഭവിക്കേണ്ടതാണ്. തീർച്ചയായും ഈ സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഒരു പ്രസ്ഥാനമായി നിലനിൽക്കുമെന്നാണ് CJP പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജുഡീഷ്യറിയുടെ മേലും വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഒരു കണ്ണുണ്ടായിരിക്കും എന്നുള്ളതാണ്. തീർച്ചയായും അവരും ഈ യുവജന വിദ്യാർത്ഥി മുന്നേറ്റത്തിന് മുന്നിൽ അവരും സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. അത് ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന നല്ല കാര്യമാണ് എന്നാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ എനിക്ക് പറയാനുള്ളത്. യെസ്, എന്തായാലും എല്ലാത്തിന്റെയും അവസാന വാക്ക് ജുഡീഷ്യറിയാണ്, നീതിപീഠമാണ് എന്ന് കരുതുന്നിടത്ത് ആ ജുഡീഷ്യറിക്ക് പോലും പിഴവ് സംഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പലപ്പോഴായി ഈ കഴിഞ്ഞ വിഷയങ്ങളിൽ ഉൾപ്പെടെ CJP ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിൽ സംഭവിക്കുന്ന പിഴവുകൾ ചൂണ്ടിക്കാണിക്കാൻ ജുഡീഷ്യറിക്ക് മേൽ ഞങ്ങൾക്കും ഒരു കണ്ണുണ്ട് എന്ന് തന്നെ CJP ആവർത്തിച്ച് പറയുകയാണ്.
പ്രദീപ് സർ ചൂണ്ടിക്കാണിച്ചതുപോലെ CGP ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥി പ്രസ്താവനകളെ ഭയക്കുക തന്നെ വേണം. അല്ലെങ്കിൽ അവർക്ക് മുന്നിൽ സത്യമായത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ന്യായമുള്ളത് മാത്രം നിരത്താൻ ജസ്റ്റിസ് ആയാൽ പോലും തയ്യാറെടുക്കണം എന്നൊരു സൂചന കൂടി CGP നൽകുന്നുണ്ട്. ഈ വിഷയത്തിൽ നിന്നും അതാണ് പ്രധാനമായും മനസ്സിലാക്കാൻ സാധിക്കുക. വ്യക്തമാണ്. താങ്ക് യു പ്രദീപ് സർ.